സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ അതേ ഭർത്താവിന്റെ വരുമാനത്തിന്റെ തോതനുസരിച്ച് ചെലവാക്കാനുള്ള കഴിവ്, തന്റെ ബുദ്ധി അത് ഭാര്യയുടെ കയ്യിലാണ്, സ്ത്രീയുടെ കയ്യിലാണ്. വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന സ്ത്രീ അത് വീട്ടിന് യോജിച്ച പെണ്ണല്ല, അത് ബറക്കത്തുള്ള പെണ്ണല്ല. 5000 ശമ്പളമുണ്ട്, അല്ലെങ്കിൽ 10000 ശമ്പളമുണ്ട്, 20,000 ശമ്പളമുള്ള ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ അവൾ ആ വരുമാനത്തിനനുസരിച്ചായിരിക്കണം അവളുടെ ചെലവിന്റെ തോത് കണക്കാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് സാമ്പത്തിക വളർച്ച, കുടുംബത്തിന്റെ സന്തോഷം. ടെൻഷൻ അടിച്ചു വരുന്ന വീട്ടിന്റെ പുറത്തേക്ക് പോയി അതേ പണിയെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് യാത്ര ചെയ്ത് എല്ലുമുറിയെ പണിയെടുത്ത്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്നാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുട്ടുപൊള്ളുന്ന മയിലെടുത്ത് മണലാരുണ്യത്തിൽ പണിയെടുത്ത് അധ്വാനിച്ച് റൂമിൽ വന്ന് എന്റെ സഹധർമ്മിണിക്കൊന്ന് ഫോൺ ചെയ്താൽ അവളുടെ മധുരമനോഹരമായ വാക്കുകൾ, അവിടെ ആ സംസാരങ്ങൾ, അവിടെ ആ തലോടൽ കിട്ടിയാൽ എന്റെ എല്ലാ ക്ഷീണവും മാറുമെന്ന് ചിന്തിക്കുന്ന ഭർത്താവ്, കുടുംബത്തിന്റെ സന്തോഷം അത് സ്ത്രീകളുടെ കയ്യിലാണ്. അതേ വീട്ടിൽ നിന്ന് രാവിലെ അതാ പ്രഭാത പുലരിയിൽ സലാം പറഞ്ഞു പോയ ഭർത്താവ് അധ്വാനിച്ച് ക്ഷീണിച്ച് അവശനായി അതേ ദാഹിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുന്ന ഭാര്യ, പുഞ്ചിരി തൂകി കാത്തിരിക്കുന്ന ഭാര്യ, അതെ അവളിലേക്ക് നോക്കുമ്പോ സമാധാനം കൊടുക്കുന്ന ഭാര്യ, സന്തോഷം കൊടുക്കുന്ന ഭാര്യ, ടെൻഷൻ അടിച്ചു വരുന്ന ഭർത്താവിന്റെ ടെൻഷൻ ഇല്ലാതാക്കുന്ന ഭാര്യ, ആ ഭാര്യയാണ് കുടുംബത്തിന്റെ സന്തോഷം, ആ സ്ത്രീയാണ് കുടുംബത്തിന്റെ സന്തോഷം. ആ സ്ത്രീ ആരെല്ലാം ആകും? ടീച്ചറാകും അല്ലേ? നമ്മുടെ മക്കൾക്ക് ആണുങ്ങളായ ഭർത്താക്കന്മാരായ നമ്മള് പുസ്തകവും ബാഗും വാട്ടർ ബോട്ടിലും പേനയും സ്കെച്ചും അങ്ങനെ തുടങ്ങി അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ പേരൻസ് മീറ്റിങ്ങിന് വിളിച്ചാൽ പോകുന്നത് ഭാര്യയാണ്. ആ മക്കളുടെ പഠനകാര്യത്തിൽ ഇടപെടുന്നത് ഭാര്യയാണ്. ആ മക്കളുടെ അതാ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് ഭാര്യയാണ്. ആ മക്കളുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന് അതാ പരിശോധിക്കുന്നത് ഭാര്യയാണ്. നിങ്ങൾ നോക്ക്, അതാ കിട്ടാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോ അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും തന്റെ ഇടവുമായിരിക്കാനുള്ളത് ഭാര്യക്കാണ്. ഭർത്താവിന് സമയമില്ല. അതാ ഞാൻ പറഞ്ഞത് ടീച്ചറിന്റെ റോള്, അതേ ഒരു നഴ്സിന്റെ റോള്. നഴ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലതാ പാപ്പക്ക് അസുഖമാണ്, അതേ ഉമ്മക്ക് അസുഖമാണ്, മക്കൾക്ക് അസുഖമാണ്. അതേ ഡോക്ടറെ കാണിച്ചു കൊണ്ടുവന്ന് ഭർത്താവ് അതാ ഒരു പക്ഷേ പുറത്തു പോയി ആ ഗുളികയും മരുന്നും സമയബന്ധിതമായി ഡോക്ടർ പറയുന്ന സമയത്ത് ആ സമയം തെറ്റാതെ ക്രമം തെറ്റാതെ മരുന്ന് മെഡിസിന് മാറിപ്പോകാതെ അളവിലും തൂക്കത്തിലും അത് കുറയാതെ കൂടാതെ ദേഷ്യം പിടിക്കാതെ എടുത്തു കൊടുക്കുന്ന പണിയാർക്കാണ്? അതാണ് സ്ത്രീക്കാണ്, ഭാര്യക്കാണ്, ഉമ്മക്കാണ്. അതാണ് സ്ത്രീ ഒരു നഴ്സായി മാറുകയാണ്. ഇനി എന്തോ ഉപദേശം ചെയ്യുന്നു അല്ലേ? ഭർത്താവിനോട് ഉപദേശിക്കുന്നു, മക്കളോട് ഉപദേശിക്കുന്നു, കൗൺസിലറുടെ പണിയെടുക്കുന്നു. ഇങ്ങനെ ഏതെല്ലാം റോളുകൾ, എല്ലാ വേഷവും ഒരു പെണ്ണിടുകയാണ്. ഇതെല്ലാം ഗ്രഹഭരണത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം അതിന്റെ മട്ടത്തിലും ചിട്ടയിലും അടക്കിലും ഒതുക്കിലും നിർവഹിക്കുമ്പോഴാണ് വീട് സന്തോഷമുള്ള വീടാക്കുക. ഇതെല്ലാം ഗ്രഹഭരണത്തിന്റെ ഭാഗമാണ്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊൽ അൻ റഅയതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളെല്ലാവരും ഭരണകർത്താക്കന്മാരാണ്. ഭാര്യ വീട്ടിലെ പെണ്ണ് വീട്ടിന്റെ ഭരണാധികാരിയാണ്. സുബ്ഹാനല്ലാഹ്. നബി
തങ്ങളെ പഠിപ്പിക്കുന്നു, പെണ്ണ് വീട്ടിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരികളെ ഭരണത്തിനെ സംബന്ധിച്ച് നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. അതാണ് പറഞ്ഞത്, സമൂഹത്തിന്റെ ചെറിയ യൂണിറ്റായ കുടുംബത്തിന്റെ ഭരണം അതാണ് ഗ്രഹഭരണം. കുടുംബത്തിന്റെ ചെറിയ യൂണിറ്റായ ഭരണം അതാണ് ഗ്രഹഭരണം. പുരുഷന്റെ കീഴിലാണ് ഇത് നിർവഹിക്കേണ്ടത്. പുരുഷനോട് ചോദിക്കാതെ, പുരുഷന്റെ സമ്മതമില്ലാതെ ഒരു ഭരണവും ഒരു പെണ്ണും നടത്താൻ പാടില്ല. ഇനി അറിയാതെ നടത്തിപ്പോയാൽ ഭർത്താവ് വൈകുന്നേരം വരുമ്പം പറയണം, ഞാൻ ഇന്ന് അത് വാങ്ങിയിട്ടുണ്ട്, ഇതത് കൊടുത്തിട്ടുണ്ട്, അവര് പിരിവിന് വന്നപ്പോ ഞാൻ ആ പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം. ഇതാണ് എല്ലാ മഹത്തായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്ത്രീ 24 മണിക്കൂറും ജോലിയിലാണ്. നിങ്ങൾ നോക്ക്, സ്ത്രീ ആരായിരിക്കണം? സാലിഹത്തായിരിക്കണം. സ്ത്രീ ആരായിരിക്കണം? സാബിറത്തായിരിക്കണം. സ്ത്രീ ആരായിരിക്കണം? ഷാക്കിറത്തായിരിക്കണം. സ്ത്രീ ആരായിരിക്കണം? ആദിലത്തായിരിക്കണം. അങ്ങനത്തെ പെണ്ണ് ഒരു വീട്ടിലുണ്ടോ? ആ വീട് ബറക്കത്തുള്ള വീടാണ്, റാഹത്തുള്ള വീടാണ്, സന്തോഷമുള്ള വീടാണ്. അതല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ആദം സന്തതികൾ 3 കാര്യം അവന് കിട്ടിക്കഴിഞ്ഞാൽ, 3 കാര്യം അവനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവനായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് ആരാണ്? അൽ മർഅത്തു സാലിഹ, സാലിഹത്തായ പെണ്ണ്. ദേഷ്യം പിടിക്കാത്ത പെണ്ണ്, വൈരാഗ്യമില്ലാത്ത പെണ്ണ്, ഒരാളോടും വെറുപ്പ് വെക്കാത്ത പെണ്ണ്. രണ്ടാമത്തതാണ് വൽ മസ്കനുൽ വാസിഉ. അതെ, ആ ചെറിയ കുടുംബത്തിന് ജീവിക്കാൻ ഉതകുന്ന സുന്ദരമായ ഒരു വീട്. ഇന്നത്തെ അവസ്ഥ എന്താണ്? 2 കുട്ടികൾ, ഒരു ഭാര്യ, ഒരു പെണ്ണ്, വാപ്പ ഗൾഫില്. ഈ 100 ആൾക്ക് താമസിക്കാനുള്ള വീട് ഉണ്ടാക്കുക. ആകെ ഒരൊറ്റ റൂമില് 2 റൂമാണ് ഉപയോഗം. ബാക്കി റൂമുകളും ബാക്കിയെല്ലാം അത് അവശേഷിക്കുന്നത് കാലിയായിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ആരും വീടുണ്ടാക്കുന്നതിന് എതിര് പറയുകയല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിന് അനുയോജ്യമായ വീടുണ്ടാക്കണം. അങ്ങനെ സൗകര്യമുള്ള വീടുണ്ടാക്കണം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, നല്ല ഒരു വാഹനവും ഒരാൾക്കുണ്ടായാൽ സുബ്ഹാനല്ലാഹ്, അവൻ ദുനിയാവിൽ രക്ഷപ്പെട്ടു പോയി. ബറക്കത്തുള്ളൊരു വീട്, സന്തോഷമുള്ള സാലിഹത്തായ ഒരു പെണ്ണ്, ആ കുടുംബത്തിന് സഞ്ചരിക്കാൻ നല്ല ബറക്കത്തുള്ള ഒരു വാഹനവും അവനിക്കുണ്ടാവണം. അതേ, ഇസ്ലാം കണ്ടില്ലേ, വാഹനത്തിന് എതിരല്ല. വാഹനം വാങ്ങാൻ കഴിവുള്ളവരൊക്കെ വാഹനം വാങ്ങണം. അതിനാരും അസൂയ വെക്കരുത്, മുത്തുനബി പഠിപ്പിക്കുന്നു. എന്നാൽ അതേ മുത്തുനബി പറയുന്നു, മിൻ ശഖാബത്തി ഇബ്നി ആദമ സലാസ്, 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ, ആദം സന്തതികൾ 3 കാര്യങ്ങൾ നേടിയാൽ അവൻ പരാജയപ്പെട്ടു പോയി. അൽ മർഅത്തു സൂ, ഒന്ന് ദുഷിച്ച പെണ്ണാണ്, നിസ്കരിക്കാത്ത പെണ്ണാണ്, സലാത്ത് ചൊല്ലാത്ത പെണ്ണാണ്, അനുസരണമുള്ള ഇല്ലാത്ത പെണ്ണാണ്, എന്തിനും ഏതിനും കുറ്റവും കുറവും പറയുന്ന പെണ്ണാണ്. ഒരു ഭർത്താവിനെ കെട്ടിയതെങ്കിൽ, ഒരു വീട്ടിൽ വളരുന്നതെങ്കിൽ, ഒരു മക്കളെ പോറ്റാൻ ഒരു ഉമ്മ തയ്യാറായെങ്കിൽ എങ്ങനത്തെ ഉമ്മയാണ്? എന്തിനും ദേഷ്യം പിടിക്കുന്ന ഉമ്മ, എന്തിനും മോശമായ സംസാരം സംസാരിക്കുന്ന ഉമ്മ, ഭർത്താവിന്റെ കുറ്റവും കുറവും അന്യരോട് വിളമ്പുന്ന ഉമ്മ. അല്ലാ, ഭർത്താവ് എത്ര നല്ലത് ചെയ്താലും പറയുന്നു, നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തന്നില്ലെന്ന് പറയുന്ന ഭർത്താവാരിയുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, വരവിൽ കവിഞ്ഞ് ചെലവഴിക്കുന്ന പെണ്ണ്, അങ്ങനത്തെ പെണ്ണാണെങ്കിൽ ആ പെണ്ണ് അൽ മർഅത്തു സൂ, ആ പെണ്ണ് ദുഷിച്ച പെണ്ണാണ്, നാശം വിതയ്ക്കുന്ന പെണ്ണാണ്. ഭർത്താവിന്റെ മുന്നിൽ വരുമ്പോ കൺമഷി
എഴുതുന്നില്ല, സുർമയിടുന്നില്ല. ഭർത്താവിന്റെ പ്രൈവറ്റ് റൂമിലേക്ക് വരുമ്പോ അല്ലാ നല്ല ഡ്രസ്സ് ധരിക്കുന്നില്ല, അത്തര പുരട്ടുന്നില്ല. ഭർത്താവിന്റെ റൂമിലേക്ക് വരുമ്പോ ചീഞ്ഞു നാറുന്ന അതേ അളിഞ്ഞ വസ്ത്രവുമായി അതേ മോശപ്പെട്ട രൂപത്തില് വരുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ആരാണ്? അൽ മർഅത്തു സൂ, അവളെ മോശപ്പെട്ട പെണ്ണാണ്. ഇത് എന്റെ വക പറയുകയല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭർത്താവ് പറയുന്നത് അനുസരിക്കാത്ത പെണ്ണ്, സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് മോശപ്പെട്ട പെണ്ണാണ്. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ? നന്നാകണേ, നന്നാകണേ. മുത്തുനബി പഠിപ്പിച്ചില്ലേ, ഞാനെങ്ങാനും ഒരു പടപ്പുകൾക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല തീരുമാനിച്ച് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ എല്ലാ ഭാര്യമാരോടും ഭർത്താവിന് സാഷ്ടാംഗം ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നേ. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഭർത്താവ് അത്രയും വിലയുള്ള ആളാണ്, അത്രയും ഉന്നതന്മാരായ ആളാണ്. അതുകൊണ്ട് ഉമ്മമാര്, നിങ്ങൾ അതാ മർഅത്തു സൂ ആകാൻ പാടില്ല.